റാം കെയർ ഓഫ് ആനന്ദി പാർട്ട് 9. റാം സംശയത്തോടെ അവളെ നോക്കുന്നത് കണ്ട് അവൾ അവനെയും നോക്കി. യെസ്, എന്തു വേണം? ഈ DFM ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗ് പുതിയ ക്ലാസ്. ആർ യു മിസ്റ്റർ ശ്രീരാം അരവിന്ദ്? അവൾ തൻ്റെ പേര് പറയുന്നത് കേട്ടപ്പോൾ റാമിന് സന്തോഷമായി. യെസ്, ഐ ആം. വൈ ആർ യു സോ ലേറ്റ്? അവൾ കടുപ്പത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ സന്തോഷം മാറി ഞെട്ടലായി. ലേറ്റോ? എന്നോട് 10 മണിയാണല്ലോ പറഞ്ഞത്. ഇംപോസിബിൾ. ഇവിടെ കറക്റ്റ് 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, 3 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല. പിന്നെ ഇത് തൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഇനി മേലിൽ ലേറ്റായി വരരുത്. അഥവാ വന്നാൽ ഞാൻ മുകളിലേക്ക് കയറ്റിവിടില്ല. ഓക്കെ, വരൂ, ഞാൻ ക്ലാസ് കാണിച്ചു തരാം. ഉപദേശത്തിനു ശേഷം സീറ്റിൽ നിന്നും എഴുന്നേറ്റ അവൾ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. സ്വതന്ത്രമായി പറന്നു നടക്കാവുന്ന ഒരിടം പ്രതീക്ഷിച്ചെത്തിയ അവന് താൻ വീണ്ടും സ്കൂൾ കാലഘട്ടത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടതുപോലെ തോന്നി. ഒന്നും മിണ്ടാതെ റാം അവളെ അനുഗമിച്ചു. 3-ാം നിലയിലായി എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂം എത്തിയതും അവൾ നിന്നു. ശേഷം വാതിൽ തുറന്നുകൊണ്ട് അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് റാമിനെ കാട്ടി ലേറ്റായി വന്ന ആളാണെന്ന് പറഞ്ഞു. റാം അയാളോട് സോറി പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം, അകത്തേക്ക് വരൂ. അയാൾ റാമിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റിസപ്ഷനിലെ പെൺകുട്ടി തിരികെ താഴേക്കും പോയി. ഗൈസ്, ഇത് നിങ്ങളുടെ ക്ലാസ്സിലെ ഏക മലയാളിയാണ്. പുള്ളിക്കാരൻ സ്വയം പരിചയപ്പെടുത്തട്ടെ. ക്ലാസ്സിലേക്ക് കയറിയ ഉടൻ സർ അത് പറഞ്ഞപ്പോൾ അവൻ ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചു പോയെങ്കിലും സൈഡ് ബാഗ് തോളിൽ നിന്നും ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി. എൻ്റെ പേര് ശ്രീരാം. ഞാൻ കേരളത്തിലെ ആലപ്പുഴ എന്ന ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ആ സമയത്ത് കുട്ടനാട് എന്നും ഹൗസ് ബോട്ട് എന്നുമൊക്കെയുള്ള വാക്കുകൾ പലരിൽ നിന്നും ഉയർന്നു കേട്ടു. എനിക്ക് തമിഴ് വളരെ കുറച്ചു മാത്രമേ അറിയൂ. അതുകൊണ്ട് എന്നെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ വഴിയേ പറയാം. നന്ദി, അവൻ പറഞ്ഞു നിർത്തി. എല്ലാവരും അവനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിൽ കൈയടിച്ചു. അവൻ തനിക്കൊപ്പം സിനിമ പഠിക്കാൻ പോകുന്ന തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. താങ്ക്സ് ഫോർ ദി കയ്യടി. റാം അത് പറഞ്ഞതും സർ ഉൾപ്പെടെ എല്ലാവരും കയ്യടി അവസാനിപ്പിച്ചുകൊണ്ട് കൂട്ടത്തോടെ ചിരിച്ചു. റാം, ഇവിടെ നിന്റെ മലയാളത്തിലെ പല വാക്കുകളും ഡബിൾ മീനിങ് ആണ്. സോ ബി കെയർഫുൾ. സർ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് പിടികിട്ടിയില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞതിനു ശേഷം അവൻ ഒഴിവുള്ള സീറ്റിലേക്ക് നോക്കി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കഥ തുടർന്നു കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.